ഗായ്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങളിത് വീണ്ടും വന്നിരിക്കുന്നു മുന്ന ജസ്ര എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് പോകാൻ റെഡി ആയിരിക്കുകയാണ് ഞാനും എൻ്റെ അമ്മയും. ചെറിയ ഫംഗ്ഷനാണ് ഇവിടെ അടുത്തുള്ള അയൽവാസിയിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തിരക്കത്തിലാണ്. ഞങ്ങൾ റെഡി ആയിരുന്നു. ഇനി എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഫാമിലിയൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർക്കോസം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫങ്ഷന്. എൻ്റെ ഉമ്മച്ചി ഇതവിടെ വരണേ, ഇതവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ ഓരങ്ങോട്ട് വിളിച്ച് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഫാമിലി. അപ്പോൾ ഞങ്ങളിതാ അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ ഇവരെ വീട്ടിലെത്തി. അപ്പോൾ ഇവരെ കാണിച്ചിറങ്ങക്ക് ഇതാണ് അവരുടെ വീട്. ഓരോ മോനാണ് നിൽക്കുന്നത്. ഓരോ മോളാണിത്. എവിടെ അപ്പോൾ ഓരിതാ റെഡി ആയിക്കൊണ്ടുള്ള തിരക്കത്തിലാണ്. അപ്പിൻ്റെ ഉമ്മച്ചി ഇതവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാ ഓരോ വീട്ടിൻ്റെ മേലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണിച്ചറിയാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ വീടിൻ്റെ മേലെ എത്തി. മൊത്തം എടുത്തൊക്കെ വീടുകളാണ് ഇവിടെ. കുറേ വീടുകളും ഇതൊക്കെയാണ്. കറക്റ്റായിട്ട് പറഞ്ഞൊരു വില്ലേജ്. എടുത്തെടുത്ത് വീടുകളും ഇവിടുത്തെ ക്ലൈമറ്റും. അവിടെ അമ്പലമുണ്ട്, 2 അമ്പലം. ഞാൻ അതിൻ്റെ അടുത്ത് അവിടെ ഒരു അമ്പലമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നല്ല മഴ വരേണ്ട ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വെയിൽ വന്നിട്ട് 2 ദിവസമായി. മഴയാണ്, ഭയങ്കര മഴയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥലം. അപ്പോൾ നമ്മൾ ആയത്തേക്ക് പോവാം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ താഴത്തെത്തി. എടുത്ത് തന്നെയാണ് റോഡ്. അപ്പം വെച്ച് ഇത് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. എവിടെ റെഡി ആയി ഇനിയിപ്പോൾ ഞങ്ങൾ റെഡിയായി വന്ന്, ഇനി ഓര് റെഡി ആയിട്ടില്ല. അപ്പോൾ അതവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഓരോസം വെയിറ്റിംഗ് ആണ്. ഒരു ചെറിയ മോനാണത്. അവർക്ക് നമ്മളെ ഭാഷ മലയാളം ഒന്നും അറിയില്ല. അവർക്ക് ഒരു ഹുർദാണ് വർത്താനം പറയുക. അപ്പോൾ ഞങ്ങൾ എവിടെയാണ്, ഏതൊരു സ്ഥലത്താണ് ഞങ്ങൾ അറിയണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിരിക്കും ഞങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ ഫാമിലി വിഷയം പറ്റിയൊക്കെ ഞങ്ങളോട് കമൻറ്റിൽ ചോദിക്കൂ. അത് ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അന്ന് ഫസ്റ്റ് വീഡിയോനെ പറഞ്ഞു ഞങ്ങൾ മലയാളം ഇടണോ, തമിഴ് ഇടണോ, തെലുങ്ക് ഇടണോ, ഉറുദു ഉണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ ഏത് നാട്ടിലാണ് എന്നുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റിൽ ചോദിക്കൂ. ഞങ്ങൾ തീർച്ചയായും കമൻറ്റിൽ വായിച്ച് പഠിച്ച് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിതാ ഫങ്ഷന് പോകണം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനും ഫങ്ഷനിൽ ബിരിയാണി തിന്നാനുള്ള ഒരു ഇതിലാണ് ഗൈസ്. ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മട്ടന് സെറ്റാവില്ല. ബിരിയാണി ആണെങ്കിൽ, ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നമ്മൾ തിന്നും. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് പോകാനുള്ള ആകാംക്ഷയിലാണ്. ഇനി ഇവർ വന്നിട്ടില്ല റെഡി ആയിട്ട്. അപ്പോൾ ഇതാ ഇവർക്കൊസം വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാ എൻ്റെ അമ്മ എൻ്റെ അനിയത്തിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓള് നോക്കാടി ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. യൂട്യൂബ് ഇതല്ലെങ്കിൽ ഹായ് ഗൈസ്, ബോൾ ഹായ്, ബോൾ ബായ്, ഹായ്, ബോൾ ബോൾ മീ. നോക്കണമൊക്കെ ഓള് ഇനിയും നമ്മളൊക്കെ ഇപ്പോഴാണ് ഓള് ചെറിയ വയസ്സിൽ തന്നെ മേക്കപ്പൊക്കെ ഇടുന്നത്. നോക്കി ഗൈസ്, ഇനിയിപ്പോൾ നോക്കി ലിപ്സ്റ്റിക്ക് ഇടും, ഒക്കെ ഇടുവോള്. എങ്ങനെ റെഡിയാണ് നോക്കി. ഫങ്ഷന് പോകാനുള്ള ഒരു ഇതാണ് അവള്. അങ്ങോട്ട് നോക്ക് ഗൈസ്, എങ്ങനെയാണ് കയറുന്നത് നോക്കി ജനാലിൽ. ഇനി ഒരാളുണ്ട്, ഭയങ്കര സൈലൻ്റ് ആളാണ് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബാക്കിൽ വരുന്നുണ്ട് എൻ്റെ അമ്മച്ചി ഇതവിടെ. അത് ഞങ്ങളിത് സ്വകാര്യം പറയല്ലേന്ന് എല്ലാവരും. അപ്പോൾ ഞങ്ങളിതാ യൂട്യൂബിന് വേണ്ടി ഒരു മൈക്ക് വാങ്ങിയിരിക്കുന്നു. മൈക്ക് ഇനി വന്നിട്ടില്ല, കൈക്ക് എത്തിയിട്ടില്ല, ബുക്ക് ചെയ്തിരിക്കുന്നു. അത് വന്നാൽ അതുവരെക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ
നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയില്ല. അപ്പം ഞങ്ങളെ വീടിൻ്റെയൊക്കെ റോഡാണിത്. നല്ല രസമാണ് ഗൈസ് ഇവിടെ കാണാൻ, ഭയങ്കര നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ പോയാൽ ഇവിടെ ആറുണ്ട് കേട്ടോ, അതായത് പുഴ, ചെറിയ പുഴയായിട്ട് അങ്ങനത്തെ ഉണ്ട് അവിടെ. അപ്പോൾ ഓക്കെ ഗൈസ്, അവിടെ വെള്ളട്ടാങ്ങി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ സ്ഥലങ്ങൾ. എൻ്റെ അമ്മച്ചി ഇതാ ഇനി ഓർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇനി ഓര് വന്നിട്ടില്ല. അങ്ങനെ ഓരെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് റെഡി ആവാനാണ് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയി വന്നപ്പോൾ ഓര് വന്നിട്ടില്ല, ഞങ്ങൾ റെഡി ആയിട്ടു. അപ്പോൾ ഓരോ ഭർത്താവില്ല, ഭാര്യയും കുട്ടികളുമാണ് വരുന്നത്. അപ്പം ഗൈസ്, അപ്പം ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അമ്മച്ചിതാ ഗലീസാണ്. അമ്മച്ചിക്ക് തമിഴ് വന്നിട്ടോ, വൃത്തിയേടാണ്. ഇവിടെ പശുക്കളും ഇതൊക്കെ ഇങ്ങനെ വരുന്നതും ഭയങ്കര ഇതാണ്. പക്ഷെ ഇവിടെ നല്ല രസമാണ് കാണാൻ ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അയക്കേണ്ട വീഡിയോസൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ഫങ്ഷൻ കഴിഞ്ഞു. കുറച്ചിവിടെ അടുത്താണ് കേട്ടോ, പള്ളീൻ്റെ അടുത്താണ് ഞങ്ങൾ ഫങ്ഷൻ ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്, ഭാര്യയും കുട്ടികളും എൻ്റെ അമ്മയും. എൻ്റെ അനിയന് ബാക്കിൽ വരണുണ്ട് കേട്ടോ. ഓന് പണിക്ക് പോയതായിരുന്നു, പണിക്ക് പോയടത്തുനിന്ന് കുളിച്ചിട്ട് വരികയാണ്. ഓന് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ. എല്ലാവരും റെഡിയായി. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയോ റെഡിയാവും, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല സാരികളൊക്കെ, നല്ല വർക്കുള്ള ഡ്രസ്സിലൊക്കെ ഇട്ട്. ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഗൈസ് പോവാം. അമ്മക്കതൊന്നും ഇതല്ല, സിമ്പിളായിട്ട് പോണത് രസം. അതെങ്ങനെയാണെന്നറിയോ, എന്തെങ്കിലും ഫങ്ഷൻ എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ടഫായിട്ട് പോകും, എന്തെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ട് പോകണം, എല്ലാവരും സിമ്പിളാവും. ഇജ്ജ് എന്തിനാ ഇത്ര ഇങ്ങനെ ഇതായിക്കും വന്ന് കഴിക്കും. ഞാൻ സിമ്പിളായിട്ട് പോയാൽ എല്ലാവരും നല്ല ടഫായിട്ടാണ് പോരുക, ഡ്രസ്സൊക്കെ ഭയങ്കര തെറ്റ്. അപ്പോൾ ഇജ്ജ് എന്താ ഇങ്ങനെ വന്ന് കഴിക്കും എന്നിട്ട്. അപ്പോൾ നമ്മൾ ഗ്രാൻഡായിട്ടും വേണ്ട, സിമ്പിളായിട്ട് വേണ്ട എന്നിട്ട് അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അനിയനാണ് അവിടെ വരണത്, എൻ്റെ അനിയന്. അപ്പോൾ നമ്മൾ ഫങ്ഷനിൽ അവിടെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചു, പുറത്ത് എത്തി. ഞങ്ങളിതാ ഇനി വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചപ്പോൾ ഒന്നായിക്കോട്ടെ പുഴയും കൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുഴയൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഇനിയും അയൽവാസിയിൽ 2 ആൾക്കാരുണ്ട്. എൻ്റെ മാമ ഒന്നുണ്ട്, പിന്നെ ഒരു വീട്ടിലെടുത്തുള്ള ഒരു അയൽവാസി, എൻ്റെ ഫ്രണ്ട്, ഓരോ വല്യമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ അടുത്തേക്ക് പോവാൻ പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരെ വിളിച്ചങ്ങാണ്ട് വരണം. ഒരു 3 മണിക്ക് കറക്റ്റ് 3 മണിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ 2:41. അപ്പോൾ ഇനി ഒരു 9 നിമിഷം ഉണ്ട്, 10 നിമിഷം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അമ്മച്ചി ഇതാ അവിടെ നിൽക്കണത്, എൻ്റെ അമ്മച്ചി. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പുഴ. ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ്, ഡാമൊക്കെ തുറന്നിരുന്ന്, റോഡൊക്കെ എങ്ങനെ മുറിഞ്ഞു പോയി നോക്കി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പാലം വരണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് വരണ ഞങ്ങളെ ഈ നാട്ടിൽ വരുന്ന കുട്ടികളും സ്കൂൾക്ക് വരുന്ന കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇപ്പോൾ വേറെ സ്ഥലം വഴിയാണ് വരല്, വണ്ടിയിൽ വാൻ വെച്ച്. അപ്പോൾ റോഡൊക്കെ നോക്കി എങ്ങനെയാണ് മുറിഞ്ഞിരിക്കുന്നത്. വെള്ളം ആഴമില്ല കേട്ടോ, നല്ല ആഴുണ്ടായിരുന്നു, ഇപ്പോൾ ആഴം കുറഞ്ഞിരിക്കുന്നത്. നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ പുഴ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പുഴയൊക്കെ പോയിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കളിച്ച് പുഴയിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫങ്ഷന് പോയി, അങ്ങനെ പുഴയ്ക്ക് പോയി കളിച്ച് എല്ലാം കുളിച്ചൊക്കെ വന്ന്. അപ്പോൾ ഞങ്ങളിതാ അത്രയുള്ള ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ടുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞങ്ങളത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മച്ചി ഇനി വന്നിട്ടില്ല, റെഡി ആവുകയാണ് അമ്മച്ചി, എല്ലാവരും ഒന്ന് കുളി. അപ്പം ഞങ്ങളത് വിടാൻ പറ്റില്ല, ഫോൺ അവിടെ ഇവിടെയൊക്കെ ആയത് ഞങ്ങൾ അങ്ങനെ വെച്ചു.
അപ്പോൾ അത് മാത്രം എടുക്കാൻ പറ്റില്ല. ഇനിയൊരു പ്രാവശ്യം ഞങ്ങൾ എന്തായാലും പുഴയ്ക്ക് പോകുമ്പോൾ വിടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ ബൈ.